ഹലോ, വെൽക്കം ടു കുക്ക് വിത്ത് റിനി. ഇന്നത്തെ റെസിപ്പി മുട്ട വെച്ചിട്ടുള്ളതാണ്. ഒരു എഗ് കുർമ. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു എഗ് കുർമ. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളിയും അരിഞ്ഞെടുത്താലും മതി. 5 പച്ചമുളക് കീറി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു 4 പുതിനയിലയും കുറച്ച് കറിവേപ്പിലയാണ്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എൻ്റെ കയ്യിലിപ്പം മല്ലിയില ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ കറിവേപ്പില മാത്രമായിട്ട് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ തക്കാളി ഇതുപോലെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് വേണ്ടത് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല ഓപ്ഷണലാണ്. ഗരം മസാല കൂടാതെ മസാലയ്ക്കായിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങളും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, അതുപോലെ തന്നെ 2 ഗ്രാമ്പൂ, ഒരു ചെറിയ ബേ ലീഫ്. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. നമ്മുടെ കറിക്ക് നല്ല തിക്ക് ഗ്രേവി ആണെന്ന് പറഞ്ഞല്ലോ, ആ തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പേസ്റ്റ് കൂടെ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ ഒരു 8 കാഷ്യൂനട്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുട്ട. ഞാനിവിടെ ഒരു 5 മുട്ടയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഈ കാഷ്യൂനട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതിനുശേഷം വേണം ഈ തേങ്ങയും പെരുംജീരകവും കൂടെ ചേർത്ത് നല്ലൊരു ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ കാഷ്യൂനട്ടിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ആ മസാലയെല്ലാം ഞാൻ ഇതുപോലെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ചെയ്യേണ്ടത് മുട്ട പുഴുങ്ങാൻ വെക്കുക എന്നുള്ളതാണ്. ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രമാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. പാത്രം ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ആ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സവോള കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുത്താലും മതി. ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. കാരണം നമ്മൾ ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ഗ്രേവി നല്ല തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആ മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ തക്കാളിയാണ്. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ആ കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആ 4 പുതിനയില. ഇതെല്ലാം കൂടെ ഒന്ന് 1-2 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിനി ഈ പാത്രത്തിലിരുന്ന് നല്ലപോലെ ഒന്ന് തണുക്കണം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. ഇപ്പോഴാ സവോളയും തക്കാളിയൊക്കെ നല്ല പേസ്റ്റാക്കി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ ആ സോക്ക് ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂനട്ടും പിന്നെ തേങ്ങയും പെരുംജീരകവും കൂടെ ഇതുപോലെ തന്നെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക എന്നുള്ളതാണ്. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചിലപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ അതും നല്ല പേസ്റ്റാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ സവോള വഴറ്റിയെടുത്ത അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും തീ തീർത്തും ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. കാരണം തീ കൂടി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പം അതെല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ തീർത്തും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് പൊടികൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം.
ഇപ്പോഴാ പൊടികളെല്ലാം നല്ലവണ്ണം മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന സവോളയുടെയും തക്കാളിയുടെയും ഒക്കെ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഇനി ഇതിലേക്ക് കാഷ്യൂനട്ടിൻ്റെ ഒക്കെ പേസ്റ്റ് ചേർക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ തിക്കായിട്ട് വരും. ഈ സമയത്ത് ഉപ്പും കൂടെ നോക്കി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഈ ഗ്രേവിയൊക്കെ ഒന്ന് ചൂടാക്കിക്കെടുക്കണം. ഇപ്പം ആ ഗ്രേവി എല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടിൻ്റെയും തേങ്ങയുടെയും ഒക്കെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് അതും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാൻ ബാക്കിയുള്ളത് മുട്ട മാത്രമാണ്. ആ പുഴുങ്ങിയെടുത്ത മുട്ടയെല്ലാം തോട് കളഞ്ഞ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ ഓരോ മുട്ടയുടെയും മേലെ അവിടെ ഇവിടെയായിട്ട് ഇതുപോലെ ഒന്ന് കത്തി കൊണ്ട് വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആ ഗ്രേവി ഇപ്പോൾ ആ മുട്ടയിലേക്കും ഒക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ കറി തണുക്കും തോറും കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മുട്ടക്കുറുമയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും വേറെ റെസിപ്പിയായിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.